ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി തേങ്ങാച്ചോറാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനായി 2 ഗ്ലാസ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ, പെരിഞ്ജീരകം, ബേ ലീവ്സ്, തക്കോലം, പട്ട, ചെറിയ ഉള്ളി, 1 കപ്പ് തേങ്ങ, 2 ഗ്ലാസ് അരിയിലേക്ക് 1 ഗ്ലാസ് തേങ്ങ. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കഴുകിയെടുത്ത പട്ട, കരയാമ്പൂവ്, പെരിഞ്ജീരകം, ബേ ലീവ്സ് ഇവയെല്ലാം ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച തേങ്ങയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് കൂടി ചേർത്തൊന്ന് തിളക്കാനായിട്ട് വെക്കണം. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ചോറ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുത്തൊരു ബ്രൗൺ കളർ കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച തേങ്ങ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഞാനിവിടെ ബീഫ് കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യണത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് എന്നെ അറിയിക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.